നിത്യവും പത്രങ്ങളിലും ചാനലുകളിലും നമ്മൾ കാണുന്ന ഫേസാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഇത് കേരളത്തിലെ തന്നെ ഒരു മുഖ്യ ഫേസാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ആ ഫേസിനെ. നമസ്കാരം സാർ. നമസ്കാരം. എന്തൊക്കെയാണ് സാർ പുതിയ വിശേഷങ്ങൾ? ആദ്യം പഴയ വിശേഷങ്ങളോ ഒന്ന് തീരട്ടെ, അത് കഴിഞ്ഞല്ലേ പുതിയ വിശേഷങ്ങൾ. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇപ്പോഴത്തെ ഭരണത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്നത് പോകാനും പാടില്ല എന്ന് കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ കണ്ടോ? ഇതാണ് ആ അവസ്ഥ. ഒരു രീതിയിലും കൂടെയുള്ളവരെ കൊണ്ട് ഒരു സ്വസ്ഥതയുമില്ല. ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത തുടങ്ങും. ഈ തൊമ്മനഴിയുമ്പോൾ ചാണ്ടി മുറുകും എന്ന് പറയുന്നത് പോലെ അല്ലേ സാർ? അത് പണ്ട്. ഇപ്പോ മാണി അഴുമ്പോൾ ജോർജ് മുറുകും. അതാ അവസ്ഥ. സാർ, മൻസാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ചോദ്യം. സാറിന്റെ ഏറ്റവും നല്ല സുഹൃത്താണല്ലോ അദ്ദേഹം. അതെ. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഈ വിവാദങ്ങളെ കുറിച്ച് ഒരു സുഹൃത്തെന്ന നിലയിൽ എന്താണ് സാറിന് പറയാനുള്ളത്? അല്ല, ഈ മണിസാറിന്റെ വിവാദങ്ങളെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന്? അതിനെക്കുറിച്ച് പറഞ്ഞാല് പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും. മനസ്സിലായില്ല. മനസ്സിലാവേണ്ടവർക്കൊക്കെ നേരത്തെ എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഓക്കെ സാർ. ഈ പ്രതിപക്ഷത്തെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? പ്രതിപക്ഷത്തെ കുറിച്ച് എന്തു പറയാനാ? എന്തു നല്ലത് ചെയ്താലും കുറ്റം, എന്തു ചെയ്താലും കുറ്റം മാത്രമേ അവർക്ക് കാണാനുള്ളൂ. അതിനെക്കുറിച്ച് ഒരു കഥയുണ്ട്. അതായത് നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് എന്നെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം. അപ്പോൾ എന്നെ രക്ഷിക്കാനായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മന്ത്രി എഴുന്നേറ്റിട്ട് ഒരു കഥ പറഞ്ഞു. അതായത് ഒരച്ഛന് 3 മക്കള് ഉണ്ട്. ആ 3 മക്കളെയും അടുത്ത് വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിലും ഞാൻ 100 രൂപ വെച്ച് തരികയാണ്. എന്നിട്ടൊരു മുറിയും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ 100 രൂപ കൊണ്ട് എന്ത് സാധനം മേടിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, ആ മുറി നിറയ്ക്കണം. ആദ്യത്തെ മകന് ആ 100 രൂപ കൊണ്ട് കുറച്ച് പഞ്ഞി മേടിച്ച് ആ മുറിക്കകത്ത് കൊണ്ടിട്ടു. പക്ഷേ മുറി നിറഞ്ഞില്ല. രണ്ടാമത്തെ മകൻ കുറച്ച് വൈക്കോല് കച്ചി വാങ്ങിയിട്ട് ആ മുറിക്കകത്ത് കൊണ്ടിട്ടു. ആ മുറി നിറഞ്ഞില്ല. പക്ഷെ മൂന്നാമത്തെ മകൻ അതിബുദ്ധിമാനായിരുന്നു. അവൻ ആ 100 രൂപയിൽ നിന്നും 1 രൂപ എടുത്തിട്ട് അതുകൊണ്ടൊരു മെഴുകുതിരി മേടിച്ചിട്ട് ആ മുറിയിൽ കത്തിച്ചു വെച്ചു. അതിൻ്റെ പ്രകാശം ആ മുറിയിൽ ആകെ നിറഞ്ഞു. അതുപോലെയാണ് നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹം ഭരണത്തിൽ കയറിയതിനു ശേഷം വികസനത്തിൻ്റെ പ്രകാശം നാട് മൊത്തം പരക്കുകയാണ്. എല്ലാവരും ആ കഥ കേട്ട് ഭയങ്കരമായിട്ട് കൈയടിച്ചു. പ്രതിപക്ഷവും കൈയടിച്ചു. പക്ഷെ ഒടുവിൽ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. എന്ത് ചോദ്യമാണ് സാർ? കഥയൊക്കെ കൊള്ളാം. 100 രൂപയിൽ നിന്ന് 1 രൂപ മുടക്കി മെഴുകുതിരി മേടിച്ചു, കത്തിച്ചു, പ്രകാശം പരന്നു. പക്ഷേ എന്റെ ചോദ്യം മറ്റൊന്നാണ്. ബാക്കി 99 രൂപ മുഖ്യമന്ത്രി എന്ത് ചെയ്തു? അതെവിടെ മുക്കി? മുഖ്യമന്ത്രി രാജിവെക്കുക. ഇതാണ് പ്രതിപക്ഷത്തിന്റെ അവസ്ഥ. പിന്നെ ഞാൻ അവരെക്കുറിച്ച് എന്ത് പറയാനാ? സാർ നന്നായിട്ട് മിമിക്രി കാണിക്കുന്നുണ്ടല്ലോ. പഠിച്ചിരുന്ന കാലത്ത് ഈ കലാപരിപാടികൾ എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ? കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ തന്നെ ഇപ്പൊ എല്ലാ മിമിക്രിക്കാരും കാണിക്കുന്നുണ്ടല്ലോ. സാറിന് ഈ മിമിക്രി കലാകാരന്മാർ അനുകരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ചിലതൊക്കെ ഞാൻ ആസ്വദിക്കാറുണ്ട്. ചിലതൊക്കെ ഒരുമാതിരി ആട് കരയുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെയൊക്കെയാണോ ഞാൻ സംസാരിക്കുന്നത്? താങ്കളും എന്നെ കാണിക്കാറുണ്ടല്ലോ. ചെറുതായിട്ട്. ചെറുതായിട്ട് താങ്ങുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് കാണിച്ചേ. കാണിക്കാം സാർ. കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് അത് നിങ്ങൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ചിരിച്ചു മനുഷ്യന്റെ ഊപ്പാട് വന്നു പോകും. സാർ ഇനി എന്താണ് സാർ കാണിക്കുന്നത്? ഞാൻ പുതുപ്പള്ളിയിൽ നിന്ന് കോട്ടയം വരെ പോകുന്ന അതിവേഗം ബഹുദൂരം ഓടുന്ന ട്രെയിനിന്റെ ശബ്ദം. കലക്കി സാർ, കലക്കി. ഗംഭീരമായിരിക്കുന്നു. ഇനി എന്താണ് സാർ? ഇനി അമരം സിനിമയിലെ അശോകന്റെ ശബ്ദം. രാധ ഓർക്കുണ്ടാവോ? കോളേജിൽ പഠിക്കുമ്പോ നമ്മൾ തമ്മിലൊരു നേർച്ച ഉണ്ടായിരുന്നു. ഒരു ശയനപ്രദൂഷണവും ഒരു പുഷ്പാഞ്ജലി. സൂപ്പറായിരിക്കും സാർ, നന്നായിരിക്കുന്നു.
സാർ മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ രാഷ്ട്രീയക്കാർ പല ചാനലിലും ഇരുന്നിട്ട് പരസ്പരം കുറ്റം പറയുന്നത് കാണാം. ജീവിതത്തിൽ നിങ്ങൾ അങ്ങനെയാണോ? ഒരിക്കലുമല്ല. ആശയപരമായിട്ട് ഞങ്ങൾ പല തട്ടിലാണെങ്കിലും ആമാശയപരമായിട്ട് ഞങ്ങളെല്ലാവരും ഒറ്റ തട്ടിലാണ്. ഈ അടുത്ത കാലത്ത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ ഒരാളാണ് സവിതാ നായർ. അവർ താങ്കൾക്കൊരു കത്ത് തന്നു എന്ന് സത്യമാണ്? അത് സത്യമാണ്. എന്നിട്ട് ആ കത്തിന് മറുപടി കൊടുത്തോ? കത്ത് വായിച്ചിട്ട് മറുപടി കൊടുക്കാൻ അത് പ്രേമലേഖനമൊന്നും ആയിരുന്നില്ല. എന്തായിരുന്നു സാർ ആ കത്തില്? അത് പുറത്തു പറയാൻ കൊള്ളത്തില്ല. അതെന്താണ് സാർ, അത്ര മോശപ്പെട്ട കാര്യങ്ങളാണോ അതിൽ എഴുതിയിരിക്കുന്നത്? അതല്ല, അത് പുറത്തു പറയാൻ എനിക്ക് കൊള്ളത്തില്ലെന്ന്. അതെങ്ങാനും പുറത്തറിഞ്ഞ ആദ്യം ഞാൻ പുറത്തു പോകും. ഓ, അത്ര കുഴപ്പം പിടിച്ച കത്തായിരുന്നല്ലേ? അതിനെ കത്തെന്നല്ല പറയേണ്ടത്, കുത്തെന്ന് വേണം പറയാൻ. വെറും കുത്തല്ല, ഒരു 1.5 കുത്ത്. ഇതിലും ഭേദം കത്തി കൊണ്ടുള്ള കുത്താണ്. ആ മുറിവ് സ്റ്റിച്ചിട്ടാലെങ്കിലും മാറും. സാർ 1-2 കുസൃതി ചോദ്യം ചോദിച്ചോട്ടെ? എന്നാ ഈ കുസൃതി ചോദ്യങ്ങൾ ചോദിച്ചോ? ചില ചാനലുകാർ ചോദിക്കുന്നത് പോലെ കൊണസ്റ്റ് ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇല്ല. ആദ്യത്തെ ചോദ്യം, ലോകത്തിൽ ഏറ്റവും അധികം ഐസ് വീഴുന്ന സ്ഥലം അന്റാർട്ടിക്കയാണല്ലോ. ആണോ? അതെ. എന്റെ ചോദ്യം ഇതാണ്, കേരളത്തിൽ ഏറ്റവും അധികം ഐസ് വീഴുന്ന സ്ഥലം എവിടെയാണ്? അതിനെന്താ സംശയം? ബാറില് മദ്യമിരിക്കുന്ന ഗ്ലാസുകളില്. കറക്റ്റാണ് സാർ. സാർ, ബാറിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു ചോദ്യം കൂടി. ബാറുകളെല്ലാം പൂട്ടുമെന്ന് പറഞ്ഞിട്ട് 5 സ്റ്റാർ ബാറുകൾ മാത്രം പൂട്ടുന്നില്ലല്ലോ? അതും പൂട്ടും. എപ്പോ? രാത്രി ഒരു 10 മണിക്ക് ശേഷം ഒന്നിറങ്ങി നോക്കിക്കേ, എല്ലാ ബാറുകളും പൂട്ടും. എന്നിട്ട് പിറ്റേ ദിവസം തുറക്കുന്നുണ്ടല്ലോ സാർ. തുറക്കാതെ പിന്നെ പൂട്ടാൻ പറ്റുമോ? പൂട്ടിയ ബാറ് പിന്നെ ആരെങ്കിലും പൂട്ടുവോ? മണ്ടത്തരം ചോദിക്കരുത്. സാർ, അടുത്ത ചോദ്യം, ഓറഞ്ചും ആപ്പിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് ഓറഞ്ചിന്റെ നിറം ഓറഞ്ചാണ്, ആപ്പിളിന്റെ നിറം ആപ്പിൾ അല്ല. അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. ഉത്തരം വളരെ കറക്റ്റാണ് സാർ. സാർ, ഈ ആപ്പിളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറിയും ഫ്രൂട്ട്സും എല്ലാം തന്നെ വിഷമടിച്ചാണല്ലോ വരുന്നത്. അതിനെക്കുറിച്ച് എന്താണ് സാർ പറയാനുള്ളത്? പിന്നെ പെയിന്റ് അടിച്ചു വരാൻ പറ്റുമോ? ഓരോന്നിലും അടിച്ചു വരേണ്ട സാധനങ്ങളുണ്ട്, അതടിച്ചേ അത് ഇങ്ങോട്ട് വരത്തുള്ളൂ. അതിനെന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സാർ, ഈ ഒഴിവ് സമയങ്ങളിൽ സാധാരണ എന്താണ് ചെയ്യാറുള്ളത്? ഒഴിവ് സമയങ്ങളിൽ സാധാരണ പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഓ, ഓടയിൽ നിന്ന് വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ക്ലിപ്പ് ഹൗസിലെ കസേരയിലിരുന്നാണ് വായിക്കാറുള്ളത്. MD-യുടെ 4 കെട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? 1 കെട്ടിയവന്മാരുടെ അവസ്ഥ തന്നെ ഇവിടെ കഷ്ടമാണ്. അപ്പൊ 4 കെട്ടിയ MD-യെ കുറിച്ച് ഞാൻ ഓർക്കുകയായിരുന്നു. തകഴിയുടെ ചെമ്മീനെ കുറിച്ച്? പഴകിയ ചെമ്മീനാണെങ്കിൽ കഴിക്കരുത്, വയറിന് കൊള്ളുകയല്ല. അയ്യോ, പഴകിയ ചെമ്മീനല്ല സാർ, തകഴിയുടെ ചെമ്മീൻ. ഞാൻ ചെമ്മീൻ കഴിച്ചിട്ടില്ല. കൊഞ്ച്. ഞാൻ കൊഞ്ചാനോ? അതല്ല, കൊഞ്ചാണ് ഞാൻ കൂടുതൽ കഴിക്കുന്നത്. തകഴിയുടെ കയറിനെ കുറിച്ച്? ഞാൻ ആ കയർ ഉപയോഗിച്ചിട്ടില്ല. പുതുപ്പള്ളിയിൽ നിന്ന് വാങ്ങുന്ന പ്ലാസ്റ്റിക് കയറാണ് സാധാരണ ഉപയോഗിക്കാറ്. സാർ, ഈ വൈലോപ്പള്ളിയുടെ മാമ്പഴത്തെ കുറിച്ച്? വൈലോപ്പള്ളിയുടെ നല്ല ഒരു പുള്ളിയുടെ മാമ്പഴം കഴിക്കാൻ കൊള്ളുകയില്ല, അപ്പടി പുഴുവാ. ഈ ബഷീറിന്റെ മതിലുകളെ കുറിച്ച്? അതിനെ കുറിച്ച് പറയാനുണ്ട്. ബഷീറിന്റെ മതിലാണ് മതില്. ഇന്ന മതിലാണെന്നറിയാവോ? ഇത്രയും നല്ല മതില് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇലക്ഷന്റെ സമയത്ത് ഞങ്ങളൊക്കെ ചുവരെഴുതിക്കൊണ്ടിരുന്നത് ബഷീറിന്റെ മതിലേലാണ്. പിന്നെ പലരും വന്ന് എഴുതി ബഷീറിന് അത് ഇഷ്ടപ്പെട്ടില്ല, പിന്നെ അവിടെ സ്റ്റിക്ക് നോ ബിൽസ് എന്ന് എഴുതി വെച്ചു. അപ്പൊ ആരും ആ മതിൽ എഴുതാറില്ല. സാർ, ഈ പാത്തുമ്മയുടെ ആടിനെ കുറിച്ചോ? ആ പാത്തുമ്മയുടെ ആടിനെ കുറിച്ച് എനിക്കറിയത്തില്ല. അവരുടെ മൂത്തുമ്മയ്ക്ക് ഒരു പശു ഉണ്ടായിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. 2 പ്രാവശ്യം അതിനെ കുത്താൻ ഒളിച്ചിട്ടുണ്ട്. കുത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ല, സാറിന് നല്ല പുസ്തകജ്ഞാനമാണെന്ന് പറയായിരുന്നു. താങ്ക് യു. സാറിനോട് ആധികാരികമായിട്ടൊരു ചോദ്യം. ഇക്കഴിഞ്ഞ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആപ്പ് പാർട്ടി വോട്ട് മൊത്തം ചൂലുകൊണ്ട് തൂത്തുവാരിക്കൊണ്ട് പോയി. വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആ ചൂലിനെ താങ്കളുടെ പാർട്ടി ഭയക്കുന്നുണ്ടോ? എത്ര വലിയ ചൂലായാലും അത് പിടിക്കണമെങ്കിൽ ഒരു കൈപ്പത്തി വേണം. ആ കൈപ്പത്തി ഞങ്ങളുടെ കയ്യിലാണ്. അതില്ലാതെ ഒരു ചൂല് കൊണ്ടും ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അത് അവരോർക്കുന്നത് നല്ലതാണ്. സാർ, ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ചെറുപ്പക്കാരോട് അല്ലെങ്കിൽ പുതിയ തലമുറയോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരിക്കലും വരരുത്. കുടുംബത്തിൽ പിറന്നവർക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ ഒരാളും രാഷ്ട്രീയത്തിലേക്ക് വരരുത്. അപ്പൊ പിന്നെ സാറ് വന്നതോ? ഞാൻ കുടുംബത്തിലല്ലല്ലോ പറഞ്ഞത്, ആശുപത്രിയിലല്ലേ. എനിക്ക് വരാം, ഞാൻ കുടുംബത്തിൽ പിറന്നവരുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. സാർ, ഇനി ഭരണം അവസാനിക്കാൻ കുറച്ച് മാസങ്ങൾ കൂടിയേ ഉള്ളൂ. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കളുടെ അവസാനത്തെ ആഗ്രഹമുണ്ട്? മെട്രോ റെയിൽ. ആ റെയിലിന്റെ പണിയൊന്ന് തീർന്ന് അതിന്റെ തൂണേല് എന്റെ പേരൊന്ന് കുത്തി കാണണം. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ കോഴ വാങ്ങുകയോ ഇതെല്ലാം കൂടെ മറിച്ചിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അത് മാത്രമേ ഉള്ളൂ എൻ്റെ സ്വപ്നം. സാറിന്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇന്ന് ഫേസ് ടു ഫേസിൽ വന്നതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സാർ. താങ്ക് യു.
ശ്രുതി